മുഖ്യമന്ത്രി വി ഡി സതീശൻ പ്രധാനപ്പെട്ട വേദിയിലേക്ക് എത്തിയിരിക്കുന്നു. UDF സർക്കാരിന്റെ വളരെ അഭിമാനകരമായിട്ടുള്ള പദ്ധതിയുടെ ഉദ്ഘാടനം അത് അല്പസമയത്തിനുള്ളിൽ ഉദ്ഘാടന വേദിയിലേക്ക് സംസ്ഥാന മുഖ്യമന്ത്രി വി ഡി സതീശൻ എത്തുന്ന ദൃശ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ആദ്യം ഉദ്ഘാടന സമ്മേളനം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ പ്രിയദർശിനി സൗജന്യ യാത്ര ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കും. അതിനുശേഷം CP ജോൺ അധ്യക്ഷനായ ചടങ്ങാണ്. അതിനുശേഷം മുഖ്യമന്ത്രി KSRTC ബസ്സിൽ ഈ സൗജന്യ യാത്രയുടെ സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് അദ്ദേഹം സെക്രട്ടേറിയറ്റ് വരെ യാത്ര ചെയ്യുമെന്നറിയുന്നു. വി ഡി സതീശൻ വേദിയിലേക്ക് കടക്കുകയാണ്. ഏത് നിമിഷവും ഉദ്ഘാടന സമ്മേളനം ആരംഭിക്കും. ഏറ്റവും സന്തോഷകരമായ ധന്യ നിമിഷത്തിലേക്ക് KSRTC കടക്കുന്നു. KSRTCയുടെ ഇത്രയും കാലത്തെ ചരിത്രത്തിലെ ഏറ്റവും വലിയ തീരുമാനമാണ് ഇത്രയധികം സൗജന്യങ്ങൾ വനിതകൾക്ക് നൽകാൻ. UDF തെരഞ്ഞെടുപ്പ് കാലത്ത് പറഞ്ഞ ഈ പ്രിയദർശിനി സൗജന്യ യാത്ര അവരെ അനുവദിക്കുന്നു. ഇന്ന് രാവിലെ 9 മണി മുതൽ വനിതകൾക്ക് സൗജന്യമായി KSRTC ഓർഡിനറി ബസ് സർവീസുകളിൽ യാത്ര ചെയ്യാൻ കഴിയും. നിമിഷങ്ങൾക്കകം വി ഡി സതീശൻ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. CP ജോൺ അധ്യക്ഷനാവും. കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ഷബീദ് റാവുത്തർ വീണ്ടും ചേരുന്നു. ഷബീദ്, കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ തമ്പാനൂർ മുഴുവൻ ജനനിബിഡമായി കഴിഞ്ഞോ? കൂടുതൽ വനിതകൾ എത്തിയോ? എന്തൊക്കെയാണ് വിവരങ്ങൾ? വേദി സജ്ജമായോ? വേദി സജ്ജമായി നമുക്ക് ആ വേദി കാണാൻ സാധിക്കും. UDF സർക്കാരിന്റെ അഭിമാന വേദിയാണ്. മാത്രമല്ല, നേരത്തെ SKN സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പദ്ധതി നടപ്പിലാക്കുമ്പോൾ സർക്കാർ മുന്നോട്ട് വെക്കുന്ന അല്ലെങ്കിൽ മുന്നോട്ട് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് പ്രകടന പത്രികയിലടക്കം പറഞ്ഞ പല കാര്യങ്ങളും നടപ്പിലാക്കും എന്നുള്ള ഉറപ്പ് കൂടി പൊതുജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് കിട്ടും. അല്ലെങ്കിൽ അങ്ങനെ ഒരു കോൺഫിഡൻസ് കൂടി പൊതുജനങ്ങൾക്ക് കൊടുക്കാൻ UDFന് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇപ്പോൾ നമുക്ക് ആ വേദിയിൽ കാണാൻ സാധിക്കും. മുഖ്യമന്ത്രി വി ഡി സതീശൻ വേദിയിൽ ഇരുന്നിട്ടുണ്ട്. ഒപ്പം ഗതാഗത മന്ത്രി CP ജോൺ ഉണ്ട്, മറ്റു മന്ത്രിമാരുണ്ട്. അതേപോലെ ഈ വകുപ്പ് സെക്രട്ടറിമാരും ചീഫ് സെക്രട്ടറി അടക്കമുള്ള ഉദ്യോഗസ്ഥരും ഈ വേദിയിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. ഇവിടുത്തെ പൊതുസമ്മേളനം ശേഷം ഫ്ളാഗ് ഓഫ്, അതിനുശേഷം മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഈ ഓർഡിനറി ബസ്സിൽ തമ്പാനൂരിൽ നിന്നും സെക്രട്ടേറിയറ്റ് ദർബാർ ഹാൾ വരെ യാത്ര ചെയ്യും. ഈ വേദിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ സംസാരിക്കുന്നത് എന്ത് എന്നുള്ള കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. അത്രയേറെ കോൺഫിഡൻസ് നമുക്ക് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ മുഖത്ത് കാണാൻ സാധിക്കും. ഒരു ഭാഗത്ത് പ്രതിപക്ഷ പ്രതിഷേധമുണ്ടായിരുന്നു, മറുഭാഗത്ത് ഈ വിവാദങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ അപ്പുറത്തേക്ക് പദ്ധതി പ്രാക്ടിക്കലാക്കുന്നതിലെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രശ്നങ്ങളൊക്കെ മറികടന്നുകൊണ്ട് ആ പദ്ധതി യാഥാർത്ഥ്യമായിരിക്കുന്നു, പദ്ധതി നടപ്പിലായിരിക്കുന്നു. അതിന്റെ ആത്മവിശ്വാസം നമുക്ക് മുഖ്യമന്ത്രിയുടെ മുഖത്ത് കാണാൻ സാധിക്കും. ആ വേദിയിൽ വളരെ പരിമിതമായിട്ടുള്ള ആളുകളെ മാത്രമാണ്, വകുപ്പ് സെക്രട്ടറിമാരും അതേപോലെ KSRTC ട്രേഡ് യൂണിയൻ പ്രതിനിധികൾ. അതേപോലെ ഇപ്പോൾ ഈശ്വര പ്രാർത്ഥന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. SKN വി ഡി സതീശൻ അല്പസമയത്തിനകം ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യും. പൊതുസമ്മേളനം ആരംഭിക്കുകയാണ്. ഇവിടെ അതിൻ്റെ ഭാഗമായുള്ള ഈശ്വര പ്രാർത്ഥനയാണ് നടക്കുന്നത്. മന്ത്രി CP ജോൺ അധ്യക്ഷനാകുന്ന ചടങ്ങിൽ വി ഡി സതീശൻ ഉദ്ഘാടന പ്രസംഗം നടത്തും. അതിനുശേഷം അദ്ദേഹം സ്ത്രീകൾക്കൊപ്പം സൗജന്യ യാത്രയുടെ ആദ്യത്തെ ബസ്സിൽ അദ്ദേഹം സെക്രട്ടേറിയറ്റ് വരെ യാത്ര ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ KSRTC നഷ്ടത്തിലേക്ക് കുപ്പുകുത്തുന്ന ഈ KSRTCക്ക് ഇത്തരം ഒരു തീരുമാനം നടപ്പിലാക്കാൻ കഴിയുമോ എന്നുള്ള സംശയവും പല കോർണറുകളും ഉന്നയിച്ചെങ്കിലും ഗവൺമെൻറ് ആ പണം KSRTCക്ക് നൽകിക്കൊണ്ട് ആ തീരുമാനം നടപ്പിലാക്കാൻ ക്യാബിനറ്റ് തീരുമാനിക്കുകയായിരുന്നു. എന്തായാലും ആ തീരുമാനം ഇന്ന് നടപ്പിൽ വരുന്ന ഒരുപക്ഷെ സംസ്ഥാനത്തെ വനിതകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓരോ ദിവസവും, മാത്രമല്ല ഒരു ദിവസം ഇത്ര യാത്ര മാത്രമേ ചെയ്യാവൂ, അങ്ങനെയുള്ള നിബന്ധനകളൊന്നുമില്ല. ഈ റൂട്ടിന് കിലോമീറ്ററിനൊന്നും പരിമിതിയില്ല. അങ്ങനെയാകുമ്പോൾ അവർക്ക് നല്ലൊരു ഒരു സംഖ്യ ലാഭപ്പെടുത്താൻ കഴിയും. സ്വർഗമാകണേ, അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ, പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.